അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, ഇപ്പോൾ സനാതന ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണോ ഗുരുവിന്റെ ആശയങ്ങൾ? അങ്ങനെയാണോ BJP മനസ്സിലാക്കിയിരിക്കുന്നത്? അവതാര പുരുഷനാണ് ശ്രീനാരായണ ഗുരുദേവൻ. സനാതനധർമ്മത്തെയാണ് അദ്ദേഹം ജീവിതകാലം മുഴുവൻ അനുവർത്തിച്ചതും അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചതും അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. എല്ലാ മേഖലയിലും ഒരു സംശയവും അക്കാര്യത്തിലില്ല. ആരെങ്കിലും അക്കാര്യത്തിൽ സംശയിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംശയം ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവരോട് ചോദിക്കാനുള്ളത്, ഈ സന്യാസ ആശ്രമവും മഠം സ്ഥാപിക്കലുമൊക്കെ സനാതനധർമ്മത്തിൻ്റെതല്ലേ? ക്ഷേത്രപ്രതിഷ്ഠകൾ സനാതനധർമ്മത്തിൻ്റെതല്ലേ? വിവാഹ പൂജാക്രമം സനാതനധർമ്മത്തിൻ്റെതല്ലേ? സമാധി ഇരുത്തൽ അങ്ങനെയുള്ള ചടങ്ങുകൾ സനാതനധർമ്മത്തിൻ്റെതല്ലേ? സ്തോത്രവും ഭജനകളുമൊക്കെ അദ്ദേഹം എഴുതിയത് സനാതനധർമ്മത്തിൻ്റെതല്ലേ? ഈശാവാസി ഉപനിഷത്തിനെ വ്യാഖ്യാനിച്ചത് സനാതനധർമ്മത്തിൻ്റെതല്ലേ? ഓംകാരം എന്ന് പറയുന്ന പ്രണവമന്ത്രത്തെ അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നത് സനാതനധർമ്മത്തെ അല്ലേ? കാഷായ വസ്ത്രധാരികളായ സന്യാസിമാരെ സൃഷ്ടിച്ച സന്യാസാശ്രമങ്ങൾ ഉണ്ടാക്കിയത് അതും സനാതനധർമ്മത്തിൻ്റെതല്ലേ? അപ്പോൾ സനാതനധർമ്മത്തിൻ്റെതായിട്ടുള്ള 28 ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുകയും 29 സ്തോത്രകൃതികൾ അത് മുഴുവൻ ഹൈന്ദവ ദേവീദേവന്മാരെ കുറിച്ച് അദ്ദേഹം സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ അരുവിപ്പുറം പ്രതിഷ്ഠയും അതേപോലെയുള്ള വിപ്ലവകരമായ കാര്യങ്ങളും എല്ലാം തന്നെ സനാതനധർമ്മത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തതാണ്. ആ കാര്യത്തിൽ ഈ ശ്രീമാൻ EMS നമ്പൂതിരിപ്പാടിന് സംശയമില്ലായിരുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠയുടെ 100ാം വാർഷികത്തിന് EMSനെ വിളിച്ചപ്പോൾ EMS പറഞ്ഞു, ഞാൻ വരില്ല, ഞാൻ വന്നാൽ അത് ഈ ഹിന്ദുക്കളുടെ സനാതനധർമ്മത്തിൻ്റെ പ്രതിഷ്ഠയോട് ഞാൻ അനുകൂലിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണ പരത്തും. ഞാൻ സനാതനധർമ്മത്തെ അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ അനുകൂലിക്കുന്നയാളല്ലാത്തത് കൊണ്ട് അരുവിപ്പുറം പ്രതിഷ്ഠയുടെ 100ാം വാർഷികത്തിന് ഞാൻ വരില്ല. അപ്പോൾ EMSനും വ്യക്തമായിരുന്നു ഇത് സനാതനധർമ്മമാണ്, ഗുരുവിൻ്റേത്, ഹിന്ദുത്വമാണ് ഗുരുവിൻ്റേത്. EMS സമ്മതിക്കുന്നുണ്ട്. പിന്നെന്താ പിണറായി വിജയൻ ഇത്ര വിഷമം? ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. പിണറായി വിജയൻ ഇത്രമാത്രം വലിയ വിപ്ലവം പ്രസംഗിക്കുന്നുണ്ടല്ലോ. അവതാര വരിഷ്ഠനായിട്ടുള്ള ഗുരുദേവൻ സാമൂഹ്യ പരിഷ്കർത്താവാണ്, സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണെന്ന് പറയുന്നെങ്കിൽ നബിയെ കുറിച്ച് അങ്ങനെ പറയാമോ? മുഹമ്മദ് നബി സാമൂഹ്യ പരിഷ്കർത്താവാണ്, അതെ, ഖുറാനിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഇതിലൊരു വ്യക്തത വരുത്തണം. വർണ്ണാശ്രമ ധർമ്മം തന്നെയാണോ സനാതന ധർമ്മം എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അങ്ങനെയല്ലെങ്കിൽ അതിൽ തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇപ്പോൾ ഈ സനാതനധർമ്മത്തെ വിമർശിച്ചിരുന്നവരൊക്കെ തന്നെയും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണല്ലോ ആദ്യം ആ പ്രതികരണം വന്നത്. അതിൻ്റെ ഭാഷയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് വിമർശനം ഉണ്ടായിട്ടുണ്ട്, ആ രൂപത്തിൽ പറയരുത് എന്ന്. അങ്ങനെ ഒരു ഭാഷയിലല്ല ഇന്ന് പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു ശക്തമായ ഭാഷയിൽ ഒരു വിമർശനമായിട്ടാണ് വന്നത്. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും വന്നിരിക്കുന്ന ഏറ്റവും ശക്തമായ പ്രസംഗമായിട്ട് തന്നെ ഞാൻ അതിനെ കാണുകയാണ്. അപ്പോൾ വർണ്ണാശ്രമ ധർമ്മം തന്നെയാണോ സനാതന ധർമ്മം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അങ്ങനെയല്ലെങ്കിൽ താങ്കൾ അതൊന്ന് വിശദീകരിച്ചു തരണം. വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്നത് അനന്തവിശാലമായിട്ടുള്ള മഹാസാഗരമായിട്ടുള്ള സനാതനധർമ്മത്തിൻ്റെ വളരെ ചെറിയ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നതാണ് വർണ്ണാശ്രമധർമ്മം. അത് കൃത്യമായിട്ട് ഭഗവത്ഗീതയിൽ നിർവചിച്ചിട്ടുണ്ട്. ജന്മനാ ജായതേ ശൂദ്ര കർമ്മണാ ജായതേ ദ്വിജ. അതായത് ജനിക്കുമ്പോൾ എല്ലാവരും ശൂദ്രനാണ്, ചെയ്യുന്ന കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വർണ്ണങ്ങൾ ലഭിക്കുന്നത് എന്ന്. ഒരു മനുഷ്യൻ ഒരു ദിവസം തന്നെ 4 കാര്യങ്ങൾ ചെയ്യാം. ബ്രാഹ്മണ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, അതായത് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ അയാൾ ബ്രാഹ്മകർമ്മം ചെയ്യുന്ന ബ്രാഹ്മണനാണ്. സംരക്ഷണപരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ഡിഫൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയാൾ ക്ഷത്രിയനാണ്. അയാൾ ബിസിനസ്സും ട്രേഡും ചെയ്യുമ്പോൾ അയാൾ വൈശ്യനാണ്. ഇത് 3മല്ലാത്ത ബാക്കി പരിചര്യാത്മകം കർമ്മം, ബാക്കി എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ അയാൾ ശൂദ്രനാണ്. ഈ 4 കാര്യങ്ങളും ഒരേ ദിവസം ഒരാൾക്ക് ചെയ്യാൻ പറ്റും. ക്ലാസിഫിക്കേഷൻ ഓഫ് ലേബറിന്റെ കാലത്താണ് വർണ്ണാശ്രമധർമ്മം ഉണ്ടായത്. അത് അക്കാലത്തുമുണ്ട്, ഇക്കാലത്തുമുണ്ട്, എക്കാലത്തുമുണ്ട്. ഇന്ന് നമ്മൾ ജീവനക്കാരനെ അല്ലല്ല, വർണ്ണാശ്രമ ധർമ്മത്തിൽ അടിസ്ഥാനമായിട്ടായിരിക്കണം. അതായത് ജനിക്കുമ്പോൾ അവരുടെ ജാതിയുമായി ബന്ധപ്പെട്ട കുലത്തൊഴിൽ അതിൽ തുടരണം എന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയം? അല്ല, ഒരിക്കലുമല്ല. അത് ഘടകവിരുദ്ധമാണ്, ഘടകവിരുദ്ധമാണ്. ഞാൻ പറഞ്ഞല്ലോ, ജനിക്കുമ്പോൾ വർണ്ണങ്ങളില്ല, കർമ്മം ചെയ്യുമ്പോഴാണ് വർണ്ണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരാൾ ചെയ്യുന്ന കർമ്മം അനുസരിച്ചാണ് അയാൾക്ക് വർണ്ണമുണ്ടാവുന്നത്, അല്ലാതെ ജന്മം കൊണ്ടല്ല കർമ്മമുണ്ടാവുന്നത്. ഒരു സംശയവും വേണ്ട, അത് തെറ്റായ വ്യാഖ്യാനമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.